ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ ഉണ്ണിക്കണ്ണന്മാരെത്തി. വിഷുക്കണി ഒരുക്കുന്നതിൽ പ്രധാനമായ കൃഷ്ണവിഗ്രഹങ്ങൾ വിവിധ രൂപങ്ങളിലും വർണ്ണങ്ങളിലും വിപണിയിൽ ലഭ്യമാണ്. അവ റോഡിനിരുവശങ്ങളിലും നിരത്തി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. മയിൽപ്പീലികൾക്കിടയിലൂടെയുള്ള കണ്ണന്റെ കുസൃതി ചിരി കാണുമ്പോൾ ആരായാലും ഒന്ന് വണ്ടി നിർത്തും. റോഡരികിലെ ആ കൃഷ്ണവിഗ്രഹങ്ങളിലൂടെ ഒന്ന് കണ്ണോടിക്കും. പിന്നെ കണ്ണനെയും ഒപ്പം കൂട്ടിയാണ് മടക്കം. വെണ്ണ കട്ടുതിന്നുന്ന ഉണ്ണിക്കണ്ണൻ, കാലികളെ മേയ്ക്കുന്ന ബാലഗോപാലൻ, പ്രിയസഖി രാധയോട് സല്ലപിക്കുന്ന രാധാകൃഷ്ണൻ, അങ്ങനെ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള വിഗ്രഹങ്ങൾ. അവ കാണുമ്പോൾ കണ്ണിന് മാത്രമല്ല മനസ്സിനും കുളിർമയാണ്. രാജസ്ഥാനിൽ നിന്നെത്തിയ കുടുംബങ്ങളാണ് മനോഹരമായി ഈ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റോ പാരീസിൽ നിർമ്മിച്ച് റോഡരികിൽ വിൽക്കുന്ന വിഗ്രഹങ്ങൾക്ക് 100 രൂപ മുതലാണ് വില. कृष्ण की मूर्ति अच्छा है, बहुत बहुत शुक्रिया, धन्यवाद. आपके लिए भी फायदा रहेगा, हमारे लिए फायदा. हिंदू समाज में ओके रहना अपन. पशु कृष्णा, बेल के पेरकू कृष्णा, तैरी कृष्णा, ये वंशली कृष्णा, वो रहना अपना अच्छा है. घर में बीवी बच्चे के साथ में राधा कृष्णा दोनों रहना, तो बीवी बच्चे सब साथ में रहता है. अगर राधा नहीं है तो अकेला आदमी रहता है. वो विष्णु मानता है राधा कृष्णा, कृष्णु घर में रहे ना, उसको क्या रहता है, घर में अच्छा दोस्ती रहता है, घर में झगड़ा नहीं रहता है. മഞ്ഞച്ചേലയും ചുറ്റി ആടയാഭരണങ്ങളും അണിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്ന കൃഷ്ണഭഗവാനെ വിഷുദിവസം കണി കണ്ടുണരണം. അതാണ് ഐശ്വര്യമെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ വിഷുക്കാലത്ത് കൃഷ്ണവിഗ്രഹങ്ങൾക്ക് ആവശ്യക്കാരും ഏറെയാണ്. അതിനാൽ വിഷുവിനെ വരവേൽക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉണ്ണിക്കണ്ണന്മാർ എത്തും. ക്യാമറാമാൻ സനിൽകുമാറിനോടൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.